ഇതൊക്കെ നമ്മളെ ഇയർബഡ്സിന്റെ പൗച്ചാണ്. ഞാൻ അതിന്റെ ഇത് നമുക്ക് എന്തായാലും ഒരു 250 രൂപയൊക്കെ കൊടുക്കും. ബൾക്കായിട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് 25 രൂപയൊക്കെ കൊടുക്കാൻ പറ്റും. 25 രൂപയ്ക്ക് ഒരു ചെറിയ പ്രൈസ് 27-28 നമുക്ക് കൊടുക്കാൻ പറ്റും. 28 രൂപ ആ റേഞ്ചിൽ കവറിംഗ്. അത് നമ്മള് സ്റ്റാർട്ടിങ് 17-12 രൂപ സ്റ്റാർട്ട്. ഈ മുകളിൽ ബ്രൗൺ കളർ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള മൈക്ക് വിത്ത് സ്പീക്കർ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല കുറഞ്ഞ റേറ്റിൽ നല്ല അടിപൊളി മൊബൈൽ ആക്സസറീസുകളെല്ലാം കിട്ടുന്ന നല്ലൊരു സ്ഥാപനത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും. റീറ്റെയിൽ ആയിട്ട് സിംഗിൾ പീസ് വേണമെങ്കിൽ ഇതാ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇവിടെ കാണുന്ന ഐറ്റംസ് കാര്യങ്ങളൊക്കെ അവർ എങ്ങോട്ട് വേണമെങ്കിൽ അയച്ചു തരും. നല്ല അടിപൊളി മോഡൽസ്, എയർപോർട്ട് കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി പൗച്ചിന്റെ മോഡൽസ് ഏകദേശം നമ്മളെ മൊബൈലിന് വേണ്ടി എല്ലാ കമ്പനികൾക്ക് വേണ്ടി പൗച്ച് കാര്യങ്ങൾ ഇത് അവിടെ ഇങ്ങനെ ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ. പലതരം ഐഫോണിന് പറ്റിയിട്ടുണ്ട്, ആൻഡ്രോയിഡിന് പറ്റിയിട്ടുണ്ട്, അങ്ങനത്തെ ഉണ്ട്. ഈ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ആണെങ്കിൽ ഒരുപാട് മോഡൽസ് കാര്യങ്ങളൊക്കെ അതും ചെയ്യുന്നുണ്ട്. അപ്പം താഴെ വരെ നമ്പർ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പം ഞാനിവിടെ നിൽക്കുന്നത് വെച്ചാൽ നമ്മൾ തിരൂർ മാർക്കറ്റിലേക്കുള്ളിൽ വന്നിട്ടുള്ള ഐ സ്റ്റോർ പറഞ്ഞൊരു മൊബൈൽ ഷോപ്പിലേക്കാണ്, മൊബൈൽ ആക്സസറീസ് കിട്ടുന്ന ഒരു സ്ഥാപനത്തിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഉണ്ടാവും ഒത്തിരി ഐറ്റംസ് നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിലൊരു മൊബൈൽ കടയൊക്കെ തുടങ്ങുന്നവർക്കാണെങ്കിൽ അതും പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിൾ പീസ് നല്ല ക്വാളിറ്റി ഐറ്റംസ് എന്ത് വേണമെങ്കിലും കുറഞ്ഞ റേറ്റിൽ അതും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥാപനമാണ്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. പുതിയ ആൾക്കാർക്കൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലേ. അപ്പൊ നമ്മള് ഈ ഒരു സ്ഥാപനത്തിൽ ഏകദേശം റേറ്റ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വീഡിയോ ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാം. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് എത്തിച്ചെടുക്കാനും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നേരെ നമുക്ക് ഈ ഒരു സ്ഥാപനത്തിന്റെ വിശേഷങ്ങളൊക്കെ ഇടാം. അപ്പം തിരൂര് കോഹിനൂർമാളിന്റെ അടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഒരു ഫോറി മാർക്കറ്റിനുള്ളിൽ ഐ സ്റ്റോർ, നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് ഐ സ്റ്റോർ ആണ്. പിന്നെ ഫോറിൻ മാർക്കറ്റിനുള്ളിൽ കോഹിനൂർ ബിൽഡിംഗിലാണുള്ളത്. കോഹിനൂർ ബിൽഡിംഗിലല്ലേ എല്ലാ മൊബൈൽ ആക്സറീസ് ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും കിട്ടും. ഹോൾസെയിലാണ് നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യണം. ഹോൾസെയിൽ എടുക്കുമ്പോൾ സമയത്ത് മിനിമം പർച്ചേസിംഗ് റേറ്റ് അങ്ങനെ എന്തുണ്ടോ? മിനിമം എന്തായാലും ഒരു 3000-4000 രൂപന്റെ പർച്ചേസിംഗ് ചെയ്യാം. മിക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം ഹോൾസെയിൽ റേറ്റ് ആയിട്ട് കൊടുക്കാം. ഇതിപ്പോ നമ്മള് ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കൂലേ? ഓൺലൈനായിട്ട് കൊടുക്കാം. ഓൺലൈനായിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ കൊറിയർ ഉണ്ട്, ഓൾ ഇന്ത്യ നമുക്ക് കൊടുക്കും, ഡെലിവറി ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ കൊറിയർ സിംഗിൾ പീസ് അയച്ചു കൊടുക്കലുണ്ട്? സിംഗിൾ ആവശ്യപ്പെടുന്നവർക്ക് സിംഗിൾ അതിനനുസരിച്ച് കൊടുക്കും. സിംഗിൾ ആയിട്ട് കൊടുക്കില്ല. ഫസ്റ്റ് നമ്മളിപ്പോ എന്താ ഐറ്റം നമ്മൾ കാണാൻ പോകുന്നത്? നമ്മൾക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ആക്സറീസ് ഉണ്ട്. പിന്നെ നിങ്ങളുമായിട്ടുള്ള വ്ളോഗേഴ്സിന് ചെയ്യാൻ പറ്റുന്ന മൈക്ക് കാര്യങ്ങൾ അങ്ങനത്തെ ഐറ്റംസുകളുണ്ട്. എല്ലാം വന്നിട്ടുണ്ട്. മൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സാധനവും ആക്സറീസ് ഉണ്ട്. അപ്പൊ നമ്മള് ഫസ്റ്റ് എന്താ കാണാൻ പോകുന്നത്? നമുക്ക് ഇയർബഡ്സ് കാര്യങ്ങളൊക്കെ. ഇയർബഡ്സ് ബോട്ടിന്റെ ടൈപ്പിലാണെങ്കിലുണ്ട്. ഒക്കെ ഒറിജിനൽ ടൈപ്പ് ആണെങ്കിൽ അങ്ങനെയുണ്ട്. 1 year വാറണ്ടി കമ്പനി കൊടുക്കുന്ന ടൈപ്പ് ഉണ്ട്, കോപ്പിയിൽ വാറണ്ടിയിൽ കൊടുക്കുന്ന ടൈപ്പ് എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടല്ലേ? ഇതിനൊക്കെ സ്റ്റാർട്ട് റേറ്റ് ഇപ്പൊ എങ്ങനെ വരുന്നത്? സ്റ്റാർട്ടിംഗ് റേറ്റ് നമുക്കിപ്പോ ഒരു ബൾക്കായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ക്വാണ്ടിറ്റി ബേസ് ചെയ്താണ് നമ്മൾ പ്രൈസ് പറയാം. എന്നാലും നമ്മൾ ഒരു സിംഗിൾ പീസ് കൊടുക്കുന്നത് 450 രൂപ 350 രൂപ റേഞ്ചിലൊക്കെ സാധനം കൊടുക്കാൻ പറ്റും, വില കൊടുക്കാൻ. കോപ്പി ആണെങ്കിൽ അതുണ്ട്. പിന്നെ 1 year വാറണ്ടിയിൽ വരുന്ന ടൈപ്പുകളുണ്ട്. നെക്ക് ബാൻഡ് ഐറ്റംസ് ആണെങ്കിൽ അങ്ങനെയുണ്ട്. ഇതൊക്കെ വന്നിട്ടുണ്ടല്ലേ? നെറ്റ് ബാൻഡിന്റെ മോഡൽസുകളൊക്കെ ഉണ്ട്. പ്ലേ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. നമുക്ക് കസ്റ്റമർക്ക് 1 year കൊടുക്കാം. 1 year കൊടുക്കാം. അടിപൊളി ബ്രാൻഡാ. നമ്മൾ ബോട്ട് ഇതൊക്കെ ആയിട്ടുള്ള സാധനം തന്നെ. അത്ര പ്രൈസ് വരൂല്ല. സാധനം അടിപൊളിയാണ്, ലാസ്റ്റിംഗ് ഉള്ള സാധനമാണ്. അടിപൊളി ക്വാണ്ടിറ്റി കാര്യങ്ങളാണ്. പിന്നെ എയർപോർട്ടിന്റെ കളക്ഷൻസ് ആണ്. എയർപോർട്ട് കളക്ഷൻസ് ആണ് ഇത് കുറഞ്ഞ റേഞ്ചിൽ വരുന്നത്. അതിന്റെ ഇത് നമുക്ക് എന്തായാലും ഒരു 250 രൂപയൊക്കെ കൊടുക്കാം. 250 രൂപയ്ക്ക് ആ റേഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റും. ഇത് പിന്നെ ഒന്നുകൂടി ഹെവി സാധനം ഒരു 500 രൂപയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റിയ സാധനമാണ്. ക്വാളിറ്റിക്ക് അനുസരിച്ച് റേറ്റിൽ മാറ്റം കേട്ടോ. പക്ഷെ ഏതാണ്ട് പെർഫോമൻസ് ഒക്കെ ആയിരിക്കും, പക്ഷെ ലാസ്റ്റിംഗ് കിട്ടുന്നതിനുള്ള ഡിഫറൻസ് ആണ്. ബാറ്ററി ലൈഫിലൊക്കെ വരുന്ന. പിന്നെ ധാരാളം ചാർജറിന്റെ ഒരുപാട് ഐറ്റംസുകൾ ഉണ്ട്. കേബിളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ഐറ്റംസ്, ചാർജർ, കേബിള് കാര്യങ്ങൾ. ഇപ്പൊ എത്ര വാട്ട്സിന്റെ ചാർജറാണ് തുടങ്ങുന്നത്? ചാർജർ തുടങ്ങുന്നത് 20 വാട്ട്സ് തൊട്ടുണ്ട്. 15 വാട്ട്സ് തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നത്. 15 വാട്ട് തൊട്ട് ചാർജർ സ്റ്റാർട്ടിങ് വരുന്നത്. 15 വാട്ട്സ് തൊട്ട് ഇതിൽ 2 വേരിയന്റ് ആയിട്ട് വരുന്നുണ്ട്. V8 വരുന്നുണ്ട്, ടൈപ്പ് സി വരുന്നുണ്ട്. ചെറിയ പഴയ മോഡൽസ് ഫോണുകൾക്കാണെങ്കിൽ ഞാൻ അങ്ങനത്തെ നമ്മളെ പണ്ട് ഇറങ്ങിയ നോക്കിയന്റെ ഒക്കെ ഒരു ചെറിയ വലിയ പിന്നെ ചെറിയ പിന്നെ അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ടൈപ്പ് ആണെങ്കിൽ അതിലും സാധനം വരുന്നുണ്ട്. അതിന്റെ മോഡൽ ചാർജറുകൾക്ക് പറ്റിയ അത് സാധനം ഉണ്ടായില്ല. പിന്നെ ഇവിടെ മൗസ് കാര്യങ്ങളൊക്കെ കിട്ടില്ലേ? മൗസ് കാര്യങ്ങള്, കമ്പ്യൂട്ടറിന്റെ കീബോർഡ് കാര്യങ്ങള്, പിന്നെ ചാർജറിങ്, കാറിൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലേ ഐറ്റംസ്. ആ മോഡൽ കാര്യങ്ങളൊക്കെ അതും വന്നിട്ടുണ്ട്. പിന്നെ കേബിള് കാര്യങ്ങളൊക്കെ എത്രത്തിലുള്ള പീസൊക്കെ അങ്ങനത്തെ. ഇതൊക്കെ നമ്മളെ ഇയർബഡ്സിന്റെ പൗച്ചാണ്. ഞാൻ പറഞ്ഞില്ല, മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ഇയർബഡ്സ് പൗച്ച് മാത്രമല്ല, അതിന്റെ പൗച്ച് മാത്രം. ഇത് കുറച്ച് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന സാധനം, OG സിലിക്കണിലൊക്കെ വരുന്ന സാധനം. അതിന്റെ കോപ്പി ആയിട്ട് വരുന്ന സാധനങ്ങളാണ് ഇതെല്ലാം.
കോപ്പി ആയിട്ട് വരുന്ന മോഡൽ. പകുതി വിലയില് മാറ്റമുണ്ട്. വിലയിലാണ് ഈ മാറ്റം ഉണ്ടാവില്ല. വിലയില് മാറ്റം. എന്താ നമ്മളെ വാച്ചിന്റെ എന്തായിട്ട്? വാച്ചിന്റെ സ്ട്രാപ്പുകളാണ് ഇതെല്ലാം. സ്ട്രാപ്പുകളാണല്ലേ? സ്മാർട്ട് വാച്ചിലെ സ്ട്രാപ്പിന്റെ ഐറ്റാണല്ലോ. സ്ട്രാപ്പുകൾ അതൊക്കെ ചെറിയ ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ചെറിയ പ്രൈസ് 27-28 നമുക്ക് കൊടുക്കാൻ പറ്റും. 28 റുപ്യ ആ റേഞ്ചിലൊക്കെ നമ്മൾ കൊടുക്കാൻ പറ്റില്ലേ? കണ്ടില്ല, ഇതിനൊക്കെ ഈ സ്ട്രാപ്പിനൊക്കെ 28 റുപ്യ വരുന്നുള്ളൂ ഹോൾസെയിൽ എടുക്കുന്ന സമയത്താണെങ്കിൽ. പിന്നെ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ചാർജറിന്റെ ഒരുപാട് കേബിളിൽ നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് കാര്യങ്ങൾ, ഇതൊക്കെ നമ്മള് ചാർജറിന്റെ മോഡൽസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ, കേബിളിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ടൈപ്പ്. ഇത് കേബിളിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് മൊത്തത്തിൽ കൊടുക്കുന്നത് കേബിളിന് പ്രൊട്ടക്ടർ മൊത്തം കൊടുക്കാം. ഇത് നമുക്ക് 2 എൻഡിൽ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ്. ഇത് മൈക്കാണ്. അത് സെബ്രോണിക്സ് ഉണ്ട്. നമ്മളെ കമ്പ്യൂട്ടറൈസ്ഡ് മൈക്ക്, ഹെഡ്ഫോൺ ഉണ്ടല്ലോ, ചാറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന റെക്കോർഡിംഗ് മൈക്ക് സ്പീക്കറെ കൂടി വന്നിട്ടുള്ള മോഡലാണ്. ഇത് പിന്നെ ഇവിടെ ഈ ഭാഗത്തേക്ക് ഫുള്ളും ചാർജറുകളാണ്. 100 വാട്ട്സിന്റെ ഇത് ഇമ്പോർട്ടഡ് ആണ്. 100 വാട്ട്സിന്റെ 100 വാട്ടിന്റെ ഇത് 100 വാട്ട്സ് ഫാസ്റ്റ് ചാർജർ ആണല്ലേ? ഫാസ്റ്റ് ചാർജർ. ഇത് 100 വാട്ട്സ് തന്നെയാണ്. ഇന്ത്യൻ പ്രൊഡക്ഷൻ ആണ്. ഇന്ത്യൻ ആണല്ലേ? അപ്പോൾ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടാവും, പ്രൈസിലും ഡിഫറൻസ് വരും ഒക്കെ എല്ലാം. പിന്നെ സാംസങ്ങിനൊക്കെ പറ്റിയ ഐറ്റംസ് ചാർജറുകളുണ്ട്. സാംസങ്ങിന്റെ ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ അതിന്റെ പകുതി വിലക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. കോപ്പി നമ്മൾ ബ്രാൻഡ് നെയിമിൽ വരുന്ന സാധനങ്ങൾ. അതേ ക്വാളിറ്റിയിൽ 44 വാട്ട്സിൽ പക്ക സാധനം നമുക്ക് ഒരു 600 റുപ്യക്ക് കൊടുക്കാം. ഷോറൂമിൽ പോയിട്ട് ഒരു ഒറിജിനൽ വാങ്ങണമെങ്കിൽ കാർ ചാർജറുകളാണ്. കാർ ചാർജർ എല്ലാം കൂടി ഓൾ ഇൻ വൺ കണക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുകളുണ്ട്. ഇതൊക്കെ ഓരോ വാട്ട്സ് ഞാൻ പറഞ്ഞില്ല, 15 വാട്ട്സ്, 18 വാട്ട്സ്, 22 വാട്ട്സ്, 22 വാട്ട്സ്, 23 വാട്ട്സ്, 23 വാട്ട്. ഇതിപ്പോ ഏകദേശം ഫുള്ള് കാർ ചാർജറിന്റെ സെറ്റപ്പ് ആണല്ലേ? അതൊക്കെ കേബിളിലും അതേമാതിരി ഉണ്ട്. പിന്നെ ഇങ്ങനെ 35 വാട്ട്സ് വരുന്നുണ്ട്, 55 വാട്ട്സ് വരുന്നുണ്ട്, 65 വാട്ട്സ് വരുന്നുണ്ട്, 85 വാട്ട്സ്, 120 വാട്ട്സ് വരെ വരുന്നുണ്ട്. പിന്നെ ഇത് പിന്നെ ബ്ലൂടൂത്ത് സ്പീക്കറുകൾ, അതൊക്കെ സ്പീക്കർ, അടിപൊളി സ്പീക്കർ. സ്പീക്കറിന്റെ ചെറിയ മോഡൽ ഇപ്പൊ എത്ര റേറ്റിന് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇതൊക്കെ ചെറിയ മോഡൽ നമുക്ക് ഒരു 200 റുപ്യ കൊടുക്കാം. ഈ മോഡലൊക്കെ 200 റുപ്യ അടിപൊളിയായിട്ട് കൊടുക്കാം. മെറ്റൽ ടൈപ്പ് ആണ്, ചെറിയ സാധനമാണ്, നല്ല ഭംഗിയുള്ള സാധനമാണ്. നമുക്ക് പോർട്ടബിൾ, സൗണ്ട് ക്വാളിറ്റി ഉള്ള മോഡൽ, സൗണ്ട് ക്വാളിറ്റി, പോക്കറ്റിലൊക്കെ ഇട്ട് കൊണ്ടെടുക്കാൻ പറ്റിയ ടൈപ്പ്. ഇതാണ് ഇപ്പൊ 200 കൊടുക്കട്ടെ. 200 സ്റ്റാർട്ട് ചെയ്യുന്ന. അതില് പിന്നെ പല പല മോഡൽസിലും കളേഴ്സിലും ഡിസൈനിലൊക്കെ പെട്ട വന്നിട്ടുണ്ട്. ഇത് സൗണ്ട് ബാർ മോഡല്. സൗണ്ട് ബാർ മോഡൽ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ഹെവി വർക്കിംഗ് ആണ്. വോളിയം കൺട്രോൾ ഒക്കെ വരുന്ന ടൈപ്പ്. വോളിയം കൺട്രോൾ ഒക്കെ വരുന്ന ടൈപ്പ് ആണല്ലേ? പിന്നെ കാർ ഹോൾഡറുകൾ ഉണ്ട്, ഡിഫറെന്റ് ടൈപ്പ് കാർ ഹോൾഡേഴ്സ്. ഹോൾഡറുകൾ മുകളിൽ വന്നിട്ടുണ്ടല്ലേ? പല ടൈപ്പ്. നമുക്ക് മിററിൽ കൊടുക്കാൻ പറ്റിയത്, കാറിന്റെ ഡാഷിൽ കൊടുക്കാൻ പറ്റിയത്, മാഗ്നറ്റ് ടൈപ്പ്, എല്ലാ ടൈപ്പും ഉണ്ട്. എല്ലാ ടൈപ്പും ഉണ്ട് അല്ലേ? പിന്നെ ബ്ലൂടൂത്ത് സ്പീക്കർ തന്നെ വേറെ മോഡൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് കറണ്ട് ഇല്ലെങ്കിലും സോളാറിൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പാണ്. അങ്ങനത്തെ സെറ്റപ്പുകളാണ് വരുന്നത്. പല ഡിസൈനിൽ വരുന്നുണ്ട്, പല ഡിസൈനിൽ വരുന്ന ഐറ്റം ഉണ്ട്. പിന്നെ ഇതൊക്കെ എന്താ വെച്ചിട്ടുള്ളത്? അതൊക്കെ സ്ക്രീൻ ഗാർഡ് ഐറ്റംസ് ആണ്. ഓൾ മോഡൽ ഇപ്പൊ നമ്മള് മൊബൈലിന്റെ മേലെ ഒട്ടിക്കുന്ന പ്രൊട്ടക്ഷൻ ഗാർഡുകളാണ്. അതൊക്കെ സ്ക്രീൻ ഗാർഡുകൾ എല്ലാം ഉണ്ട്. എല്ലാ കമ്പനിയിലെ സ്ക്രീൻ ഗാർഡുകൾ ഇപ്പൊ ഏകദേശം ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ സൈഡ് എഡ്ജുള്ള മോഡൽസുകളൊക്കെ എഡ്ജ് വരുന്ന മോഡൽസുകളാണ് ഇതൊക്കെ വരുന്നത്. അതിന്റെ ഒക്കെ സ്ക്രീൻ ഗാർഡുകളും എല്ലാ മോഡൽസുകളും ഉണ്ട്. ഇതൊക്കെ UV ടൈപ്പ് എഡ്ജ് ഒട്ടി അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളാണ്. പിന്നെ അതിൽ തന്നെ എഡ്ജിൽ തന്നെ നമുക്ക് ഫുൾ ഗ്ലൂ ടൈപ്പ് പറയും, കുറച്ചുകൂടി കോസ്റ്റ്ലിയാണ് സാധനം. നമുക്ക് വാറണ്ടി ഇഷ്യൂ ഒന്നും വരില്ല. അതൊക്കെ ചിലപ്പോൾ വാറണ്ടി ഇഷ്യൂ ചില കമ്പനികൾ റിജക്ട് ചെയ്യുന്നുണ്ട്. 1 ഇയറിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനത്തെ ഗ്ലാസ് ഒക്കെ ഒട്ടിച്ചാണ്ട് പോയി കഴിഞ്ഞാൽ ഈ UV ഒട്ടിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞാൽ റിജക്ട് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. റിജക്ട് ചെയ്യുന്ന അപ്പൊ ഇങ്ങനത്തെ അതിന് ഒരു പരിഹാരമായിട്ട് വന്നാണ് ഫുൾ ഗ്ലൂ. ഏകദേശം ഓപ്പോ, വിവോ എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്, ഇൻഫിനിക്സ് എല്ലാ ബ്രാൻഡും ഉണ്ട്. പിന്നെ കേബിളുകൾ 2 മീറ്റർ കേബിളുകളൊക്കെ ഉണ്ട്. 2 മീറ്റർ 3 മീറ്റർ കേബിളുകൾ, 3 മീറ്റർ കേബിളുകളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകും വന്നിട്ടുണ്ട്. പിന്നെ സ്ക്രീൻ ഗാർഡ് തന്നെയാണ് പ്രൈവസി ടൈപ്പ് ഉണ്ട്. പ്രൈവസി ടൈപ്പില് ഇത് പ്രൈവസി നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞാല് നമുക്ക് ഡയറക്റ്റ് നമുക്കൊരാൾക്ക് കാണാൻ പറ്റുള്ളൂ. സൈഡിൽ നിന്ന് അപ്പുറത്തുനിന്ന് ഒളിഞ്ഞു നോക്കണമെന്ന് കാണാൻ പറ്റില്ല. അങ്ങനത്തെ പ്രൊട്ടക്ഷൻ സെറ്റപ്പാണ് ഇത്, പ്രൈവസി ഗ്ലാസ്. പിന്നെ തിക്നെസ് കൂടിയ ഗ്ലാസ് ഉണ്ട്, തിക്നെസ് കുറഞ്ഞ. ഈ ഒരു പ്രൈവസി ഗ്ലാസിനൊക്കെ എങ്ങനെ റേറ്റ്? പ്രൈവസി ഗ്ലാസ് നമ്മൾ സിംഗിളൊക്കെ കൊടുക്കല 150 റുപ്യക്കാണ്. ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് 40 രൂപ 50 റുപ്യൊക്കെ വെച്ചാണ്ട് കൊടുക്കാൻ പറ്റും. ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പറ്റും. ധാരാളം മൊബൈൽ പൗച്ചുകൾ ഇവിടെ വന്നിട്ടുണ്ടല്ലേ? നമ്മള് ഒരു ഷോപ്പിക്ക് വേണ്ട കംപ്ലീറ്റ് സ്റ്റാർട്ടപ്പുകാർക്ക് വേണ്ട കംപ്ലീറ്റ് ആക്സറീസ് ഉണ്ട്, എല്ലാ ബ്രാൻഡിന്റെ ഉണ്ട്. ഇപ്പൊ പൗച്ചുകളൊക്കെ എല്ലാ മൊബൈലിനും. അപ്പൊ നോർമൽ പൗച്ച് ഉണ്ടല്ലോ, ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്?
അത് നമ്മള് ഇപ്പൊ ബൾക്കായിട്ട് കൊടുക്കണേ നമുക്ക് 25 രൂപയൊക്കെ കൊടുക്കാൻ പറ്റും. 25 രൂപയ്ക്ക് ഹോൾസെയിൽ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റൂലേ? അതിൽ തന്നെ ഇനി നല്ല ഗ്ലാസ് മോഡലുള്ള ബ്ലൗസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ക്വാണ്ടിറ്റി ഉള്ള ഐറ്റം വന്നിട്ടുണ്ടാവില്ലേ? ക്വാളിറ്റി ടൈപ്പ്, പ്രീമിയം ടൈപ്പ് ഒക്കെ ഉണ്ട്. ലെതർ മെറ്റീരിയൽ ഒക്കെ വരുന്ന ടൈപ്പുകളുണ്ട്. ഹോൾസെയിൽ തന്നെ 300-400 രൂപയൊക്കെ വില വരുന്ന ടൈപ്പുകളൊക്കെ ഉണ്ട്. ഹോൾസെയിൽ തന്നെ 300-400 ഉണ്ടല്ലേ? നമ്മളടുത്ത് മെയിൻ എല്ലാ റയർ മോഡൽസ് ഉണ്ട്. അതായത് പിക്സൽ, ഹുവായി, ഹോണർ, മോട്ടറോള, പിന്നെ ഇൻഫിനിക്സ്, ടെക്നോ, ഐടെൽ ഇങ്ങനത്തെ ബ്രാൻഡുകളുടെ ഒക്കെ പൗച്ചുകൾ, ഗ്ലാസുകളൊക്കെ നല്ലൊരു ശതമാനം നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ? പിന്നെ പോരാത്തത് ട്രാൻസ്പെറന്റ് ടൈപ്പാണുള്ള അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് മഞ്ഞ നിറം വരാത്തായിട്ടാണോ? പെട്ടെന്നൊന്നും സംഭവിക്കൂല, എന്നാൽ മഞ്ഞ നിറം വരും. ഇത് പ്രൊട്ടക്ട് സിലിക്കണുള്ള വരുന്ന മെറ്റീരിയൽ അല്ലേ? എന്തായാലും ഏത് ബ്രാൻഡിലാണെങ്കിലും മഞ്ഞ കളർ വരും. പെട്ടെന്ന് വരില്ല എന്നുള്ളൂ. പിന്നെ ഹാർഡായിട്ടുള്ള അങ്ങനത്തെ ഗ്ലാസ് ടൈപ്പ് ഒക്കെ എടുക്കുകയാണെങ്കിൽ മഞ്ഞ കളർ വരില്ല. ഇല്ല. പിന്നെ നല്ല അടിപൊളി ക്വാളിറ്റി, നമ്മള് പെട്ടെന്ന് നിലത്ത് വീണാലൊന്നും പറ്റാത്ത, കേടുള്ളതൊന്നും പറ്റാത്ത ഐറ്റം ആകും വന്നിട്ടുണ്ടല്ലേ? പിന്നെ അവിടെ ഇവിടുത്തെ ഐഫോണിന്റെ ധാരാളം പൗച്ചുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐഫോണിന്റെ ഇപ്പൊ ഏകദേശം എല്ലാ മോഡൽസും വന്നിട്ടുണ്ടല്ലേ? നല്ല കളർ മോഡൽ, എല്ലാ കളറും എല്ലാ കളേഴ്സും വന്നിട്ടുണ്ട്. എല്ലാ മോഡലും വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ സ്പെഷ്യലൈസ്ഡ് 17 വരെ പറ്റും. പ്യൂർ വൈറ്റ്, പ്യൂർ റെഡ്, ഗ്രീന്, ഫ്ലോറസന്റ് ഗ്രീന്, ബ്രൗൺ കളർ, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള എല്ലാ മോഡൽസ് കാര്യങ്ങളും വന്നിട്ടുണ്ട് കണ്ടോ. എല്ലാം അതായത് കുറഞ്ഞ റേറ്റിലാണ് എടുക്കുന്നത്. ഇത് പിന്നെ നമ്മളെ നോർമലി ഹെഡ്സെറ്റ് ആണ്, ഇയർഫോണുകൾ. അത് നമുക്ക് എത്രയും കൊടുക്കാം? ചെറിയ നമുക്ക് 55 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 55 85 റേഞ്ചിലൊക്കെ അടിച്ചാൻ പറ്റും. 55 ആ റേഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ ഈ മോഡലാണെങ്കിൽ നമ്മൾ ഇവിടെ പുറത്ത് വെച്ചിരിക്കുന്ന ചെറിയ കവറിംഗ്, അത് നമ്മള് സ്റ്റാർട്ടിങ് 17-18 രൂപ സ്റ്റാർട്ടിങ് ഉണ്ട്. 17-18 രൂപയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലേ? ഈ മോഡലൊക്കെ ആണെങ്കിൽ 17-18 രൂപയൊക്കെ. ആ മോഡലും വേറെ മോഡൽസുകൾ അതൊക്കെ 55-65 റേഞ്ച് വരും. പിന്നെ നമുക്ക് കണക്റ്റിങ് കാര്യങ്ങൾ, മെമ്മറി കാർഡ് ഇടാൻ പറ്റുന്ന ഐറ്റംസ് കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഇതെന്താ വന്നിട്ടുള്ളത്? ടോയ്സ് ആണോ? അത് മറ്റേ നമ്മൾ ഐഫോണിന്റെ ഒക്കെ ഇപ്പോഴത്തെ കമ്പനി ചാർജറുകളൊക്കെ 1500-2500 രൂപയ്ക്ക് വില വരുന്ന ചാർജറുകളാണ്. അപ്പൊ അതിനൊക്കെ ഇടാൻ പറ്റിയ പൗച്ചുകളാണ് ഇപ്പൊ വരുന്നത്. പൗച്ചുകളാണ് ഇതിന്റെ കൂടുതൽ. ഇങ്ങനെ ഡോക്കിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും, അതിന്റെ കൂടുതൽ തന്നെ കേബിളിനുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടാവും. അപ്പൊ ഈ സാധനം താഴെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഈ ഫിസിക്കൽ ഡാമേജ് ഒന്നും വരില്ല. അതിന്റെ തന്നെ വേറെ പല മോഡൽസ് കാര്യങ്ങളുണ്ടല്ലേ? പിന്നെ ഒരു കാർട്ടൂൺ മോഡലായിട്ടുള്ള പല ഐറ്റംസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതിന് എന്താണ് വന്നിട്ടുള്ളത്? അതൊക്കെ മൊബൈൽ ഹോൾഡറുകളാണ്. ടാബിളും വെക്കാൻ പറ്റുന്ന ഐറ്റംസ് കാര്യങ്ങളാണല്ലേ? പിന്നെ ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ പല മോഡൽസ് വന്നിട്ടുണ്ടല്ലേ? കാറിന്റെ ആയാലും സോളാർ ചാർജിങ്ങിലൊക്കെ നേരത്തെ പറഞ്ഞ സാധനം. പിന്നെ ഇത് മൈക്ക് വിത്ത് സ്പീക്കർ അല്ലേ? ചെറിയ പ്രൈസ് വരുന്നുള്ളൂ അല്ലേ? പിന്നെ നമ്മളിപ്പോ ഒരു മൊബൈൽ കട തുടങ്ങാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ കൊടുക്കാൻ പറ്റും. പൗച്ചാണെങ്കിൽ ഒരുപാട് മോഡൽസ് ഉണ്ട്, പല ഐറ്റംസും കിട്ടും. മൊബൈൽ കട തുടങ്ങാൻ പറ്റിയത് കുറഞ്ഞ റേറ്റിൽ നിങ്ങൾ 3000-4000 ഒക്കെ ഉണ്ട് ഇറങ്ങിയ മൊബൈൽ ഷോപ്പ് തുടങ്ങാൻ. നമുക്ക് ആൾക്കാർക്ക് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്താണ് നമുക്ക് സാധനം കൊടുക്കാം. ഗ്യാരണ്ടി പ്രൊഡക്റ്റുകളാണ്. ആക്സറീസ് ഒക്കെ നമുക്ക് 1 ഇയർ ഗ്യാരണ്ടി കൊടുക്കാം. സിംഗിൾ പീസ് ആയാലും നമുക്ക് അയച്ചു തരാൻ പറ്റും. സിംഗിൾ പീസ് അയച്ചു തരാം. അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. എല്ലാ സാധനവും കറക്റ്റ് അഡ്രസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാ കൊറിയറും അവൈലബിൾ ആണ്. ഏത് കൊറിയറിൽ വേണമെങ്കിലും നമുക്ക് അയച്ചു കൊടുക്കാം.